നീതി ആയോഗിന്റെ പുതിയ റിപ്പോർട്ട് വന്നപ്പോൾ പണി കിട്ടിയിട്ടുള്ളത് ബി.ജെ.പിക്കും നരേന്ദ്രമോദിക്കും. അന്ധഭക്തന്മാരോടാണ് കേട്ടോ. ഈ ഒരു റിപ്പോർട്ട് ഞാൻ ഇറക്കിയിട്ടുള്ളതല്ല, നീതി ആയോഗ് റിലീസ് ചെയ്തിട്ടുള്ള റിപ്പോർട്ടാണ്. ഇതിന്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് ദ സ്കൂൾ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇൻ ഇന്ത്യ എന്ന ടൈറ്റിൽ നീതി ആയോഗ് ഇറക്കിയിട്ടുള്ള പുതിയൊരു റിപ്പോർട്ടാണ്. ഓക്കെ, ഇത് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, ഇതുപോലത്തെ റിപ്പോർട്ടിന്റെ വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ചില അന്ധഭക്തന്മാർ വന്നിട്ട് ചോദിക്കാറുണ്ട്, ഈ ഫേക്ക് ഇൻഫർമേഷൻസും ഡാറ്റാസും ഒക്കെ എനിക്ക് എവിടെ നിന്ന് കിട്ടിയതാണ്. ഇത് കിട്ടിയിട്ടുള്ളത് നീതി ആയോഗിൽ നിന്നാണ്. ഓക്കെ, അവർ പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ആദ്യം തന്നെ ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ നോക്കാം. അതിൽ 98,592 സ്കൂൾസ് ഇൻ കൺട്രി, നമ്മുടെ രാജ്യത്തെ സ്കൂളുകളാണ്. ഈ സ്കൂളുകളിലൊന്നും, അതായത് 98,592 സ്കൂളുകളിൽ ഫങ്ഷണൽ ആയിട്ടുള്ള ഗേൾസ് ടോയ്ലറ്റ് ഇല്ല എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. അതുപോലെ 61,540 സ്കൂളുകളിൽ യൂസബിൾ ആയിട്ടുള്ള ടോയ്ലറ്റ്സ് ഇല്ല, അതായത് ഉപയോഗശൂന്യമായിട്ടുള്ള ടോയ്ലറ്റ്സ് ആണ് 61,540 സ്കൂളുകളിൽ ഉള്ളത്. ഇനി നമുക്ക് ഇലക്ട്രിസിറ്റി കണക്ഷൻ ആക്സസ് നോക്കിക്കഴിഞ്ഞാൽ ഇംപ്രൂവ്മെന്റ്സ് ഉണ്ട്. അതായത് കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 55% നിന്നും 91.9% വർദ്ധിച്ചിട്ടുണ്ട് ഇലക്ട്രിസിറ്റി ആക്സസ് ടു ദി സ്കൂൾ. ഓക്കെ, എന്നാലും ഇപ്പോൾ 1,19,000 സ്കൂളുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫങ്ഷണൽ ഇലക്ട്രിസിറ്റി ഇല്ലാതെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് 1,19,000 സ്കൂളുകളാണ് കേട്ടോ ഇലക്ട്രിസിറ്റി ഇല്ലാതെ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ കണക്കുകളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വെള്ളത്തിന്റെ സൗകര്യം നോക്കിയാൽ 14,505 സ്കൂളുകളിൽ വെള്ളം ലഭിക്കുന്നില്ല. അതുപോലെ 59,829 സ്കൂളുകളിൽ കൈ കഴുകാനുള്ള സൗകര്യമില്ല. പറഞ്ഞു വരുന്നത് ഇന്ത്യയുടെ കാര്യമാണ്. അതായത് 4th ലാർജസ്റ്റ് എക്കണോമി, ഇപ്പൊ 6th മാറി 6th ലാർജസ്റ്റ് എക്കണോമി എന്ന് പറയുന്ന ഇന്ത്യയിലെ സ്കൂളുകളുടെ അവസ്ഥയാണ്, ഗവൺമെന്റ് സ്കൂളുകളുടെ അവസ്ഥ. 59,829 സ്കൂളുകളിൽ കൈ കഴുകാനുള്ള സൗകര്യമില്ല. അതുപോലെ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ സയൻസ് ലാബിന്റെ കാര്യം നോക്കിയാൽ 51.7% ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളിൽ മാത്രമാണ് സയൻസ് ലാബ് ഉള്ളത്. ബാക്കിയുള്ള സ്കൂളുകളിൽ സയൻസ് ലാബ്സ് ഇല്ല, ആ ഒരു ഫെസിലിറ്റി ഇല്ല. ഇനി ടീച്ചേഴ്സിന്റെ വാക്കൻസീസ് നോക്കിക്കഴിഞ്ഞാൽ 4,125 സ്കൂളുകളിൽ റൺ ചെയ്യുന്നത്, കൺട്രിയിൽ നമ്മുടെ രാജ്യത്ത് റൺ ചെയ്യുന്നത് ഒറ്റ ടീച്ചറെ വെച്ചിട്ടാണ്. അതായത് 1,04,125 സ്കൂൾ ഒറ്റ ടീച്ചറെ വെച്ചിട്ടാണ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആസ് പെർ ദ റിപ്പോർട്ട്, ഈ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അത് ഈ സ്കൂളുകൾ എന്ന് പറയുന്നത് റൂറൽ ഏരിയയിൽ, അതായത് 89% ഈ സ്കൂളുകളും വരുന്നത് റൂറൽ ഏരിയാസിലാണ്. അതുപോലെ പ്യൂപ്പിൾ ടീച്ചർ റേഷ്യോ നോക്കിക്കഴിഞ്ഞാൽ ജാർഖണ്ഡിലൊക്കെയുള്ള ഗവൺമെന്റ് സ്കൂളിലെ, ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളുകളിലുള്ള PTR എന്ന് പറയുന്നത് 47:1 സാധാരണ ഐഡിയൽ കണ്ടീഷൻ എന്ന് പറയുന്നത് 10:1 മുതൽ 18:1, അതായത് 10 സ്റ്റുഡൻസിന് ഒരു ടീച്ചർ അല്ലെങ്കിൽ 18 സ്റ്റുഡൻസിന് ഒരു ടീച്ചർ എന്ന അതിന്റെ ഇടയിൽ വേണം വരാൻ വേണ്ടി. പക്ഷെ ഇവിടെ ഉള്ളത് 41 സ്റ്റുഡൻസിന് ഒറ്റ ടീച്ചർ എന്ന രീതിയിലാണ്. അതുപോലെ ഹയസ്റ്റ് എലിമെന്ററി ടീച്ചർ വാക്കൻസി വരുന്നത് ബീഹാറിലാണ്. ഏറ്റവും കൂടുതൽ ടീച്ചേഴ്സിന്റെ വാക്കൻസി വന്നിട്ടുള്ള സ്റ്റേറ്റ് ഒന്ന് ബീഹാറാണ്. 2,08,784 ടീച്ചർ വേക്കൻസീസ് ആണ് ബീഹാറിലുള്ളത്. ജാർഖണ്ഡിലാണെങ്കിൽ 80,341, മധ്യപ്രദേശിലാണെങ്കിൽ 47,122 ടീച്ചേഴ്സ് വാക്കൻസീസ് ഉണ്ട്. അതായത് ഈ വാക്കൻസീസ് ഒന്നും ഫില്ല് ചെയ്യുന്നില്ല, കാരണം ബീഹാറിലൊന്നും അതിന്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. കാരണം കുറെ കാലമല്ലോ BJP ഭരിക്കുന്നത്. ഇനി ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ മാത്തമെറ്റിക്സിൽ 70% കൂടുതൽ മാർക്ക് വാങ്ങുന്ന ടീച്ചേഴ്സിന്റെ കണക്ക് എന്ന് പറയുന്നത് വെറും 2% മാത്രമാണ്. ബാക്കിയുള്ള ടീച്ചേഴ്സിന്റെ അവറേജ് സ്കോർ എന്ന് പറയുന്നത് 46%. തീർന്നില്ല, ഇവർ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിൽ, അതായത് ഓരോ ടീച്ചേഴ്സും പഠിപ്പിക്കുന്ന സബ്ജക്റ്റിൽ അവർക്ക് കിട്ടുന്ന സ്കോർ എന്ന് പറയുന്നത് 60% താഴെയാണ്. അതായത് ഓർക്കണം, അവർ പഠിപ്പിക്കുന്ന കുട്ടികളെ പഠിപ്പിക്കുന്ന സബ്ജക്റ്റിൽ അവർക്ക് കിട്ടുന്ന മാർക്കാണ് 60% താഴെ. അത് മാത്രമല്ല, ഒരു ഗുരുതരമായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ടീച്ചേഴ്സിന്റെ ടീച്ചിങ് ഡേയ്സിൽ 14% നോൺ അക്കാഡമിക് ഡ്യൂട്ടീസിന് പോകുന്നുണ്ട്. അതായത് സർവേ, ഇലക്ഷൻ ഡ്യൂട്ടി, അഡ്മിനിസ്ട്രേറ്റീവ് വർക്ക് ഒക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ടീച്ചിങ് ഡേയ്സിൽ 14% എവറേജ് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ടീച്ചേഴ്സിന്റെയും ടീച്ചിങ് ഡേയ്സിൽ നിന്നും പോകുന്നുണ്ട്. അതും ഈ ക്വാളിറ്റി എഡ്യൂക്കേഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പലരും ചോദിക്കാറുണ്ട്, ഈ ടോയ്ലറ്റ്സ് ഇല്ലെങ്കിൽ, വെള്ളത്തിന്റെ ആക്സസ്, ഇലക്ട്രിസിറ്റി ഇല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്നൊക്കെ ചോദിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഇത് ഡയറക്ട്ലി ലിങ്ക്ഡ് ആണ് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്, മൗലിക അവകാശവുമായിട്ട് ഡയറക്ട്ലി ലിങ്ക്ഡ് ആണ്. കാരണം എഡ്യൂക്കേഷൻ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ് ആണ്.
ആർട്ടിക്കിൾ 21A. അങ്ങനെ വരുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ, അതായത് ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ കൊടുത്തിട്ടില്ലെങ്കിൽ അത് മൗലിക അവകാശ ലംഘനം തന്നെയാണ്. ഇനി നമുക്ക് ഡ്രോപ്പ് ഔട്ട് പെർസെൻറ്റേജ് നോക്കാം. അതിൽ എൻറോൾമെന്റ് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 7993 സ്കൂളുകൾ സീറോ എൻറോൾമെന്റ് ആണ്, അതായത് ഗോസ്റ്റ് സ്കൂൾ. അതിൽ ഏറ്റവും കൂടുതൽ വെസ്റ്റ് ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിൽ ഹയസ്റ്റ് ഷെയർ ആണ്, അതായത് 3812 സ്കൂളുകൾ വെറുതെ സ്കൂൾ എന്ന് പറയുന്നേ ഉള്ളൂ. അവിടെ ഒന്നും എൻറോൾമെന്റ് ഇല്ല, അതായത് കുട്ടികളില്ല, അവിടെ എൻറോൾമെന്റ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്. ഗോസ്റ്റ് സ്കൂൾ ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. അതേ തൊട്ട്, അതായത് ഫോളോഡ് ബൈ തെലുങ്കാനയാണ് രണ്ടാമത് വരുന്നത്, 2245 സ്കൂളുകൾ. അതുപോലെ ബിഗ്ഗസ്റ്റ്, ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറയുന്നത് ഹൈ ഡ്രോപ്പ് ഔട്ട് റേറ്റ് ആണ് സെക്കൻഡറി സ്കൂളിൽ. അതായത് നാഷണൽ ആവറേജ് എന്ന് പറയുന്നത്, അതായത് സെക്കൻഡറി ഡ്രോപ്പ് ഔട്ട് റേറ്റ് എന്ന് പറയുന്നത് 11.5% ആണ്. എന്നാൽ ഈ നാഷണൽ ആവറേജിനേക്കാളും കൂടുതലുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒന്നാമത് വെസ്റ്റ് ബംഗാളാണ്. വെസ്റ്റ് ബംഗാളിൽ 20% ഡ്രോപ്പ് ഔട്ട് റേറ്റ്, ഹയർ സെക്കൻഡറി സ്കൂളിലെ കണക്കുകളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത് അരുണാചൽ പ്രദേശാണ്, 18.3%. പിന്നെ കർണാടക 18.3 തന്നെയാണ്. പിന്നെ ആസാം 17.5%. ഇനി ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ, കാരണം വെസ്റ്റ് ബംഗാളിലൊക്കെ ഇനി എന്താ നടക്കാൻ നമുക്ക് കാണാം. ഇനിയുള്ള സിറ്റുവേഷൻ, അതായത് ഉത്തർപ്രദേശിലും ബീഹാറിലെയും സിറ്റുവേഷൻ എന്ന് പറയുന്നത് കുറച്ച് പ്രശ്നമാണ്. കാരണം ഇത്ര ഒന്നും പെർസെൻറ്റേജ് ഇല്ലെങ്കിലും ഇപ്പോൾ ഡേ ബൈ ഡേ, അതായത് ഓരോ വർഷം കഴിയുന്നതിനെ ബീഹാറിന്റെയും ഉത്തർപ്രദേശിന്റെയും അവസ്ഥ പരിതാപകരമായിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട് പറയുന്നത്. അതായത് ബീഹാറിലെ സെക്കൻഡറി ഡ്രോപ്പ് ഔട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 2.98% ആയിരുന്നു. എന്നാൽ അതിപ്പോൾ 9.3% ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അതായത് കുറയുകയല്ല ചെയ്തിട്ടുള്ളത്, കൂടുകയാണ് ചെയ്തിട്ടുള്ളത്. ബീഹാറിന്റെ അവസ്ഥയാണ്. അതായത് ബീഹാർ 2005 മുതൽ ഇങ്ങോട്ടേക്ക് നമ്മുടെ BJP NDA ഭരിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവർ പറയുന്നത് അവർ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാട്ടുമെന്നാണ്. പക്ഷെങ്കിൽ ബീഹാറിൽ 2005 മുതൽ ഇങ്ങോട്ടേക്ക് ഭരിക്കാൻ തുടങ്ങിയ ആ പാർട്ടിയാണ് ഇപ്പോൾ 2.98% ഉള്ള ഡ്രോപ്പ് ഔട്ട് റേറ്റ് എന്ത് ചെയ്തിട്ടുള്ളത് 9.3% ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഈ കൂടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ അന്ധഭക്തന്മാർ വിചാരിക്കും, ഓ അത് കൂടുകയല്ലേ ചെയ്തിട്ടുള്ളത് എന്ന്. ഇനി ഉത്തർപ്രദേശിന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഉത്തർപ്രദേശിലെ കണക്കുകൾ 0.52% ആയിരുന്നു. എന്നാൽ അതിപ്പോൾ 3% ആയിട്ട് ഉയർന്നിട്ടുണ്ട്. അതായത് ബാക്കിയൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ഈ സംസ്ഥാനങ്ങളൊക്കെ കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം 2.98 ഉള്ളത് 9 ആക്കിയിട്ടുണ്ട്, 9%. ബീഹാർ, ഉത്തർപ്രദേശ് 0.52 ആയിരുന്നു, അത് 3% ആക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട്. ഇനി ഓവറോൾ ഇൻഡിക്കേറ്റേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്, അതായത് GDP സ്പെൻഡ് ചെയ്യുന്നത് ഏകദേശം 4.6% ആണ് ഓഫ് ഇറ്റ് GDP ഓൺ എഡ്യൂക്കേഷൻ എന്നാണ് പറയുന്നത്. എന്നാൽ മറ്റു രാജ്യങ്ങൾ UK, US ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ UK ഏതാണ്ട് 5.9% സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ US-ഉം 5.9% ആണ് ഓൾമോസ്റ്റ് സ്പെൻഡ് ചെയ്യുന്നത്. അതുപോലെ ജർമ്മനി, ഫ്രാൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ 5.4% എന്ത് ചെയ്യുന്നുണ്ട് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് അവരുടെ GDP നിന്നും സ്പെൻഡ് ചെയ്യുന്നുണ്ട് എന്നുള്ള കണക്കുകളാണ് അവിടെ വന്നിട്ടുള്ളത്. നാഷണൽ അസസ്മെന്റ് റെഗുലേറ്റർ ആയിട്ടുള്ള പെർഫോമൻസ് അസസ്മെന്റ് റിവ്യൂ ആൻഡ് അനാലിസിസ് ഓഫ് നോളജ് ഫോർ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് അണ്ടർ നാഷണൽ കൗൺസിലാണ്, അതായത് നാഷണൽ കൗൺസിൽ ഫോർ എഡ്യൂക്കേഷൻ റിസർച്ച് ആൻഡ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 2023 ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവർ പറഞ്ഞിട്ടുള്ളത് എഡ്യൂക്കേഷന്റെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ ജാർഖണ്ഡ്, ഗുജറാത്ത് നോട്ട് ദാറ്റ് മച്ച്, ഗുജറാത്ത്, പിന്നെ ജമ്മു കാശ്മീർ പെർഫോം പുവർ പെർഫോമൻസ് ആണ് ഈ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റുകൾ കാണിയിട്ടുള്ളത്. എന്നാൽ പഞ്ചാബ്, ഹിമാചൽ പ്രദേശ്, ഒഡീഷ, മഹാരാഷ്ട്ര, രാജസ്ഥാൻ ഒക്കെ എന്ത് ചെയ്തത് ബെറ്റർ പെർഫോമൻസ് ആണ് പെർഫോം ചെയ്തത് എന്നാണ് ഇവർ തന്നെ പറയുന്നത്. അതായത് NCERT-ന്റെ കീഴിലുള്ള ഒരു നാഷണൽ അസസ്മെന്റ് റെഗുലേറ്ററി ആണ് ഇവർ പറഞ്ഞിട്ടുള്ള വിവരങ്ങളാണിത്. അതായത് മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചെറിയ തരത്തിലുള്ള ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ പലയിടത്തായിട്ടുണ്ട്. പക്ഷേ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ ആകെ പ്രശ്നത്തിലാണ് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉള്ളത്. അത് ടീച്ചേഴ്സിന്റെ ക്വാളിറ്റി ആയിക്കോട്ടെ, ഇൻഫ്രാസ്ട്രക്ചറിന്റെ ആയിക്കോട്ടെ, സ്റ്റുഡൻസിന്റെ ആയിക്കോട്ടെ, എന്തിന്റെയും ക്വാളിറ്റി നോക്കുമ്പോൾ ക്വാളിറ്റി ഉണ്ടാവുന്നില്ല എന്നാണ് ഈ റിപ്പോർട്ടുകളിൽ നിന്നും വ്യക്തമാവുന്നത്.